എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ദുബായിലെ ഡേ 4 ആണ്. ഇന്നത്തെ ദിവസമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതും അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷീണിച്ചതും. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങി. ഞാൻ കുറച്ച് റൈസ് എടുത്തു, പിന്നെ സോസേജ് ഉണ്ടായിരുന്നു, പൊട്ടറ്റോ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ചും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് മോളിലോട്ടാണ്. നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ആണ്. അപ്പം അന്ന് നമുക്ക് അധികം ഒന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്തില്ല, നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓൾമോസ്റ്റ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ബുർജ് ഖലീഫയുടെ ആ ഒരു ഏരിയയിലൊന്നും പോകുന്നില്ല. ദുബായ് മോളിൻ്റെ അകത്ത് തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, ഭയങ്കര സ്നേഹത്തോടെ പോകുന്നുണ്ട്. അകത്ത് കയറിയപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഹാപ്പി ആയതാണ്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കടകളിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കയറി നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ബ്രാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒരുപാടുണ്ട്. ഞാൻ ഒന്നാം തരം ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കണ്ടു. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു അണ്ടർഗ്രൗണ്ട് സൂവും അക്വേറിയം ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഓർത്തു അങ്ങോട്ട് പോകാമെന്ന്, അതൊക്കെ ഒന്ന് കാണാമെന്ന്. അതൊന്ന് കാണണമല്ലോ, നമ്മളെ നാട്ടിലില്ലാത്തൊരു കാര്യമാണത്. ഈ അണ്ടർഗ്രൗണ്ട് സൂ എന്ന് പറയുന്നൊരു മോളിൻ്റെ അകത്ത് അതും. അപ്പം നമ്മൾ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോഴേ ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അകത്ത് മനുഷ്യന്മാരുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കയറുന്നതാണ്. സ്കൂബ ഡൈവിങ് പോലെ അവരകത്ത് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മളത് എൻട്രൻസ് വഴി കയറി. ഇവിടുന്ന് നമുക്കിങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു അക്വേറിയം കംപ്ലീറ്റ് നമുക്കിങ്ങനെ കണ്ടു പോവാം. അണ്ടർഗ്രൗണ്ട് വാട്ടർ അക്വേറിയം. ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കില്ല, പക്ഷേ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവൊക്കെ ചിന്തിക്കാമല്ലോ. എവിടെ പോയാലും ദുരന്തം. ചുമ്മാ പറഞ്ഞാൽ അങ്ങനെയല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചൊക്കെ നോക്കുമായിരുന്നു ഇതൊക്കെ എങ്ങനെയായിരിക്കും അവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സംശയം എനിക്ക് മാറിക്കിട്ടി. കാര്യം ഞാൻ കണ്ടു അവരെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പം ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ പോകുന്നതാണ് സൂയിലോട്ട്. അപ്പോൾ അടുത്ത് നമ്മളിനി അണ്ടർഗ്രൗണ്ട് സൂവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഫിഷസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ നമ്മുടെ ടോട്ടോയ്സ്, ക്രോക്കഡൈൽ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അവർ ഇത് ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏതാണ് ഒറിജിനൽ ഏതാണ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. ഫിഷസ് എല്ലാം നല്ല ഭംഗിയാണ്, ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിലെല്ലാം അവരിങ്ങനെ ഫിഷ് ടാങ്ക്സ് ആയിരുന്നു. ഇത് നല്ല ഭംഗിയില്ലേ, പല പല കളറിലായിട്ട് ബ്ലൂ, പിങ്ക്, യെല്ലോ, ഓറഞ്ച്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫിഷ്, അങ്ങനെ ഒരുപാട് ഫിഷസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
അങ്ങനെ നമ്മളത് എക്സിറ്റ് ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആയിട്ട് ഒരു ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ആനിമൽസ് ഫിഷസിൻ്റെ ഒക്കെ ഡോൾസും കുറേ പാവയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ എക്സിറ്റിൽ ഇറങ്ങി പുറത്തിറങ്ങി. ഇനിയും കുറേ കടകളുണ്ട്, നമുക്കിതെല്ലാം ചുറ്റി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ ഓർത്തു അങ്ങനെയുള്ള ഷോപ്സൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ കുറേ സാൻഡൽസിൻ്റെയും വാച്ചസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഷോപ്സൊക്കെ കാണുന്നത്. ഒരു ഏരിയ തന്നെ ഉണ്ട്, അവർക്കൊരു എൻട്രി പോലെ നമുക്ക് കയറാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. ബ്രാൻഡ് ഭയങ്കര ഒരു ഹൈ വാല്യൂ ബ്രാൻഡുള്ള ഷോപ്സ് മാത്രമുള്ള കടകൾ. അപ്പം നമ്മളിവിടെ ഷൂസിനൊക്കെ ഞാൻ പൊതുവേ കാണുന്നത് അഡിഡാസ്, നൈക്ക്, പിന്നെ പ്യൂമ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഉള്ള കുറേ ബ്രാൻഡ്സ് നമ്മൾ ഓൺലൈനിൽ മാത്രം നമുക്ക് കിട്ടുന്ന കുറേ ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്, നമുക്കിവിടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ തന്നെ ഭയങ്കര ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എനിക്ക് തന്നെ ഇതൊക്കെ കയറി നോക്കി എത്രയാണ് ഇതിൻ്റെ പ്രൈസും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു ഇതിൻ്റെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും. ഒരു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് രസമുണ്ടാവും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം വിവരമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ബാഗോ അല്ലെങ്കിൽ ഷൂസോ എന്താണ് ആ ബ്രാൻഡ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെർഫ്യൂംസിൻ്റെ ആണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് നോക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എനിക്കിതൊക്കെ പുതിയൊരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളിത് കുറേ ദൂരം ഇങ്ങനെ നോക്കി നടന്നു. കുറേയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നതൊക്കെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും. കാര്യം ഇതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും എടുത്തു. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യലും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡായിട്ടുള്ള ചോക്ലേറ്റ്സ് നമ്മൾ മേടിച്ചു. അതിനുശേഷം അല്ലാതെയും കുറച്ചും കൂടെ ചോക്ലേറ്റ്സൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും നമ്മളിതേ ഓരോ കടകളൊക്കെ ഇങ്ങനെ കണ്ട് ഓരോ ഏരിയ കവർ ചെയ്യണം. അപ്പോഴത്തേക്കാണ് ഈ ഒരു എന്താ പറയുക പിങ്ക് ബ്ലോസംസ് കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഒറിജിനലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ചോക്ലേറ്റ്സൊക്കെ മേടിക്കാനായിട്ട് വന്നു. അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേറൊരു ടേസ്റ്റായിരുന്നു. ഞാനിപ്പോൾ കൂർഗിലും മൂന്നാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കില്ലേ, അതും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഈ ടേസ്റ്റ് അല്ല, അത് എന്നുവെച്ചാൽ ഈ ഒരു ഫ്ലേവറേ അല്ല, കുറച്ചുകൂടെ ഒരു വേറൊരു ടേസ്റ്റ്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പെട്ടെന്ന് ഇത് കിക്ക് വരുന്നൊരു ഇതല്ല, കുറേ ഷുഗർ കഴിക്കുമ്പോൾ നമുക്കത് വരും, അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പം നമ്മളങ്ങനെ പേച്ചിയുടെ കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വാങ്ങിച്ചു.
അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഓർത്തു കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ കടകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ നടന്ന് ഓൾമോസ്റ്റ് ഉച്ചയായി. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ദുബായിൽ വന്നിട്ട് കേരള റെസ്റ്റോറൻറ്റ് തപ്പി വന്നു. എനിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു നമ്മുടെ കേരള ഫുഡ് കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ നല്ല ഫിഷ് മീൽസ്, നല്ല എരിശ്ശേരിയും തോരനും അവിയലും ചമ്മന്തിയും അച്ചാറും സാമ്പാറും പപ്പടവും ചോറും ഒക്കെ ആയിട്ട് പായസമൊക്കെ ആയിട്ട് ഒരു മീൽസ് നമ്മൾ ഓർഡർ ചെയ്തു. ഫിഷും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഫിഷാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു അയലയോ എന്തോ ആണെന്ന് തോന്നുന്നു. ഫിഷ് മീൽസ് ഓർഡർ ചെയ്തു. ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീലായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് മന്തിയൊക്കെ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 4ാമത്തെ ദിവസം ആയപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് നമ്മുടെ നാട്ടിൽ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ വന്നിട്ടുള്ളത് ഡോൾഫിൻ ഷോ കാണാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നു ഡോൾഫിൻ ഷോ കാണാൻ. എനിക്ക് തോന്നുന്നു 2:30 ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഓൾമോസ്റ്റ് ആ ടൈമിൽ തന്നെ എത്തി. ഇതും ഇവിടെ ഒരു ഒക്കെ ആയിട്ടാണ്, അതായത് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളുടെ എയിം ഇത് ഡോൾഫിൻ ഷോ കാണാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നു. ഓൾറെഡി ടിക്കറ്റ് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2:30 ശരിക്കും ഷോ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് എൻട്രി ചെയ്തു. നമ്മളായിരുന്നു ലാസ്റ്റ്. ഓൾമോസ്റ്റ് ടൈം 2:45 ആയി, പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സൊക്കെ കാണിച്ചിട്ട് നമ്മുടെ സീറ്റ് അവർ പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് കുറേ പേരുണ്ടായിരുന്നു. ഫില്ലായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. നമ്മളെവിടെ പോയാലും മലയാളികളെ കാണുമല്ലോ. അപ്പോൾ ഇവിടെയും ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. എവിടെയും നമുക്ക് മലയാളം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ വന്നു. ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. കാര്യം ഞാൻ ഇതുവരെ ഡോൾഫിനെ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഡോൾഫിൻ ഷോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ടൊരു സ്ഥലത്ത് വരുന്നതും. എനിക്കൊന്ന് ഗോവയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ഗോവയിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ഡോൾഫിൻ ഷോ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡോൾഫിനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു ഇതെന്താ പട്ടിയോ അത് വേറെ എന്തോ ജീവിയാണെന്ന് വിചാരിച്ചു. കാര്യം ഇങ്ങനെ നടക്കുന്നത്, ഡോൾഫിൻ ഇങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും, പക്ഷെ ഞാനങ്ങനെ ഡോൾഫിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഡോൾഫിൻ ഇങ്ങനെ നമ്മൾ പട്ടിയൊക്കെ ഇരിക്കുന്നതൊക്കെ ഇരിക്കും. ഇതേ കണ്ടോ, വേറൊരു അനിമലാണെന്ന് നമുക്ക് തോന്നുന്ന രീതിക്ക് അത് ഇരുന്ന് കളയും. എന്നിട്ട് അത് എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് ട്രെയിൻഡ് ആയിരുന്നു ആ ഡോൾഫിൻ. അതുകൊണ്ട് തന്നെ ട്രെയിനർ പറയുന്ന പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 1-1.25 മണിക്കൂറായിരുന്നു ഇവരുടെ ഷോ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഡോൾഫിൻ ഷോസൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലാണ് പോയത്. അപ്പോഴത്തേക്കൊരു
4 ആവാറായി ടൈം. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ ഓപ്പണിംഗ് ടൈം എനിക്ക് തോന്നുന്നു 4 or 5 എന്തോ ആണ്. നമ്മൾ വന്ന ടൈമിൽ അധികം ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച പോലെ ഒരു സ്ഥലമേ ആയിരുന്നില്ല കേട്ടോ ഗ്ലോബൽ വില്ലേജ്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണിത്, അകത്ത് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ഗ്ലോബൽ വില്ലേജ് അവരെല്ലാ രാജ്യങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരവരുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം അറിയാം. വേൾഡിലുള്ള എല്ലാ കൾച്ചറും നമുക്ക് കണ്ട് മാറാൻ പറ്റുന്ന, അതായത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. എനിക്കെല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാര്യം നമുക്കൊരു ഫോണേ ഉള്ളൂ. എത്രയെന്നും പറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പം എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആരെങ്കിലും ദുബായിൽ വരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ട്രാവൽ ചെയ്യാൻ അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ബേസിക്കായിട്ടൊരു ഐഡിയ ഉണ്ടാവും ജോഗ്രഫിക്കലി നമ്മുടെ വേൾഡ് എങ്ങനെയാണ്. പക്ഷേ ഇത്രയും രാജ്യങ്ങളുടെ എന്താ പറയുക സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് അകത്ത് കയറുമ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. ഫുഡാണെങ്കിൽ നിങ്ങൾക്ക് പല രാജ്യത്തെയും പല സ്ഥലത്തെയും ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 350 dirhams ആണ് ഒരാൾക്ക് എന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ എൻട്രി പ്രൈസ്. ഓൾമോസ്റ്റ് 350 dirhams ആയിരുന്നു. 300 or 350 ആ ഒരു റേഞ്ചാണ്. നിങ്ങൾ തന്നെ അകത്ത് കണ്ടു നോക്കും. ഞാനൊരു ബേസിക്കായിട്ടൊരു ഐഡിയ തരാം. എല്ലാ കൺട്രീസിൻ്റെയും ഒരു ഇതുണ്ട്. ഞാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓഫ് കോഴ്സ് അത് പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലോബൽ വില്ലേജ്. ഞാൻ പറഞ്ഞില്ല, Day 4 ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അകത്ത് കയറിയ സമയത്ത് അവരുടെ ആ ഒരു പ്രോഡക്ട്സ്, ആഫ്രിക്കയുടെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് റിവ്യൂ തരുന്നുണ്ടായിരുന്നു. അവർ നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് തന്നിട്ട് അത് എത്രത്തോളം നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക്. പിന്നെ ഫുഡ് ഐറ്റംസ്, നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ പല രാജ്യത്തേക്ക്. നമ്മുടെ ഈ ഒരു ടർക്കിഷ് ഐസ്ക്രീമൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ കാണാനില്ല. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ മിസ്സിങ് ആണ്. അപ്പം ഐസ്ക്രീം ട്രൈ ചെയ്തു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് പോവാം. നോക്കിയും കണ്ടും കഴിക്കുക. നമുക്കറിയില്ല, ബട്ട് ഞാൻ ഒരു 3-4 ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ. നല്ല രസമായിരുന്നു അത് കാണാൻ. ഓരോ രാജ്യം നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയും ഉണ്ട്. ഇന്ത്യയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, നല്ല അവർ റെഡ് കളറിൽ റെഡ് ഫോർട്ട് ആ ഒരു രീതിക്കാണ് അവരത് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊക്കെ കാണാനായിട്ട്. അമ്മയും നമ്മളും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഫുൾ ചുറ്റിക്കറങ്ങാണ്. ഇതെല്ലാം ഓരോ രാജ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് ഇങ്ങനെ ഇത് കാണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എല്ലാ രാജ്യത്തും ഞാൻ എല്ലാം ഒന്നും കയറി ഇറങ്ങിയില്ല. കുറേയൊക്കെ ഞാൻ കയറി ഇറങ്ങി, പിന്നെയൊക്കെ ഞാൻ വെളിയിൽ നിന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
കണ്ടില്ലേ രാത്രിയായപ്പോൾ എന്ത് ഭംഗിയാണെന്ന് ഒരുപാട് കൺട്രീസിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാറ്റ്സ്, ചായ്, ബട്ടർ മിൽക്കൊക്കെ ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നല്ല കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ.